നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവും ഒരു പിടി മയിൽപ്പീലിയും സ്വപ്നം കാണുന്ന കൂട്ടുകാർക്ക് ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. ആദ്യം ഒരു കാനന യാത്ര, നിഷ്കളങ്കരായ നമ്മുടെ കൂട്ടുകാർക്കൊപ്പം. എല്ലാവരും റെഡിയല്ലേ? ദാ നമ്മുടെ പ്രിയപ്പെട്ട കാട്ടിലെ കൂട്ടുകാർ. വേഗം നടക്ക്, സ്കൂളിൽ ചെന്നിട്ട് വേണം ഹോംവർക്ക് ചെയ്യാൻ. ഞാൻ അപ്പോഴേ പപ്പിയോട് പറഞ്ഞതാ, ഇന്റർനാഷണൽ സ്കൂളിൽ ചേർക്കണ്ട, പഠിപ്പിക്കുന്നത് മനസ്സിലാകില്ല എന്ന്. ഏതായാലും ഹോംവർക്ക് നമുക്ക് പീലിന്ന് പകർത്താം, പിന്നെ നോ പ്രോബ്ലം. എന്നാലും ഗംഭീരെ, എന്റെ പപ്പ അങ്ങ് ആൻഡമാൻ ദ്വീപിൽ പണിയെടുക്കുന്ന കാശ് കൊണ്ട് പീലിക്ക് ഡെയിലി ചോക്ലേറ്റ് വാങ്ങി കൊടുക്കാന്ന് പറയുന്നത് കുറച്ച് സങ്കടമുള്ള കാര്യമാണ് കേട്ടോ. ടീച്ചറുടെ പണിഷ്മെന്റിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ പിന്നെ വേറെ എന്താ നിവൃത്തി? ഗംഭീര പറഞ്ഞത് ശരിയാ. എന്നാലും ദിവസവും 4-5 ചോക്ലേറ്റ് ഓസിന് പീലിക്ക് കിട്ടാന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ് കേട്ടോ. നമ്മൾ ഹോംവർക്ക് ചെയ്യാത്തത് കൊണ്ടല്ലേ. പീലിയാണെങ്കിൽ കൃത്യമായിട്ട് എല്ലാ ഹോംവർക്കും ക്ലാസ് വർക്കും ചെയ്യും. നമ്മളത് കോപ്പി അടിക്കുന്നത് കൊണ്ട് പീലിക്ക് പ്രതിഫലം കൊടുക്കുന്നു. അപ്പൊ അത് ഓസല്ലോ. പറഞ്ഞത് ശരിയാ. പീലി നമ്മൾ ചെല്ലുമ്പോഴേക്കും എത്തിയാൽ മതിയായിരുന്നു. എന്നാലും പപ്പീസേ, ഈ പീലിക്ക് എന്തൊരു ബുദ്ധിയാ. എത്ര ബുദ്ധിമുട്ടുള്ള ക്ലാസ് വർക്ക് ആയാലും ഹോംവർക്ക് ആയാലും പീലി വളരെ കൂളായിട്ട് ചെയ്യും. അത് പീലിയുടെ മെടുക്ക്. ചിലർ അങ്ങനെയാ. അങ്ങനെയുള്ളവരെ ജീനിയസ് എന്നും ബുദ്ധിജീവി എന്നും ഒക്കെ വിളിക്കും. വേഗം നടക്കാൻ നോക്ക്, ബെല്ലടിക്കാറായി. പപ്പീസ് കലോത്സവത്തിനുള്ള ലളിതഗാനം പഠിച്ച പുതിയൊരു CD കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ നല്ലൊരു 1-ാം തരം പാട്ട് പഠിച്ചു. പാടിക്ക് പപ്പീസ്, കേക്കട്ടെ. കുട്ടനാടൻ വയലേലകളിൽ ഞാറു നടൻ പോകണ പിന്നാളേ, നിങ്ങളുടെ ചുണ്ടിലുമുണ്ടോ. ഈ ബുക്കും കൂടി എടുക്കാം. നല്ല ചോക്ലേറ്റ്, അടിപൊളിയാ. ഞാൻ സ്ഥിരം കഴിക്കാറുള്ളതാ. ചോക്ലേറ്റ് കയറ്റണം കണ്ടില്ലേ? അല്ല, പപ്പീസും ഗംഭീറും ലേറ്റ് ആണല്ലോ. എന്ത് പറ്റി? ഹോംവർക്ക് ഓൺ റിസ്ക് ചെയ്തോ? എവിടുന്ന്? ഞങ്ങൾ പീലിയെ പോലെ ജീനിയസ് അല്ലല്ലോ. ഞാൻ കരുതിയേ നിങ്ങൾ സ്വന്തമായിട്ട് ഹോംവർക്ക് ചെയ്തു കാണുന്നു. അല്ലെങ്കിൽ അതിന് കണക്കാക്കി നേരത്തെ വരാറുണ്ടല്ലോ. പീലിക്ക് കൈമണിയായി തരേണ്ട ചോക്ലേറ്റ് വാങ്ങുന്ന ബേക്കറി തുറന്നു കാണില്ല അല്ലേ പപ്പീസേ? ഓ പിന്നെ എനിക്ക് വീട്ടിൽ ചെന്ന് പഠിക്കാൻ മൂഡ് കിട്ടാത്തത് കൊണ്ടാ. അല്ലെങ്കിൽ എനിക്കും ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ പറ്റും. കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കും. പപ്പീസേ, വാചടിക്കാൻ നിൽക്കണ്ട്, വേഗം ഹോംവർക്ക് പകർത്താൻ നോക്ക്. ചോക്ലേറ്റ് എല്ലാവരുടെയും കയ്യിൽ നിന്നും ഇതുപോലെ ചോക്ലേറ്റ് വാങ്ങി തിന്നാലേ പീലിക്ക് വല്ല പ്രമേഹം വരും കേട്ടോ. പപ്പീസ് അങ്ങനെ പലതും പറയും. പീലി കഴിച്ചോ? ഒന്നില്ലെങ്കിൽ ഞങ്ങളുടെ നോളജിന്റെ മാസ്റ്റർ ബ്രെയിൻ അല്ലേ. നിങ്ങളോട് ഞാൻ ഇന്നേ വരെ ചോക്ലേറ്റ് തന്നാലേ ഹോംവർക്ക് കാണിച്ചു തരൂന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ടും ഞങ്ങൾ തരുന്ന ചോക്ലേറ്റ് വാങ്ങി കഴിക്കുന്നില്ലേ പീലി? അതോ നിങ്ങൾ തന്നിട്ടല്ലേ? മാത്രല്ല ഞാനൊരു ചോക്ലേറ്റ് കഴിക്കും, പിന്നെ ബാക്കിയൊന്നും ഞാനല്ല കഴിക്കാറ്. പിന്നെ എന്റെ വീട്ടിനടുത്ത് സാധു വീട്ടിലൊരു ഉണ്ണിയുണ്ട്, ആ ഉണ്ണിക്കാ ഞാൻ കൊടുക്കാറ്. ഗംഭീരെ, ഇപ്പൊ വാചകം പഠിക്കുന്ന ആരാ? വേഗം ഹോംവർക്ക് തീർക്കാൻ നോക്ക്, ബെല്ല് പഠിക്കും. അത് ശരിയാ, വേഗം എഴുതിയേക്കാം.
ഹോംവർക്കിന്റെ കൂമ്പാരം. പീലി ഉണ്ടല്ലോ, പിന്നെ എന്തിനെ പേടിക്കണേ? ഹോംവർക്ക് നമ്മൾ പീലിയുടെ നോക്കി എഴുതി എഴുതി അവസാനം പരീക്ഷ വരുമ്പോൾ എന്തോന്ന് ചെയ്യും? ദേ, നമ്മുടെ പീലിയല്ലേ പോണത്? ശരിയാണല്ലോ. പീലി. ഏയ് പീലി, ഓ അവിടെ പീലി. നിക്ക്, ഞങ്ങള് വരുന്നു. നിങ്ങൾ എന്താ ഇത്ര വൈകിയത്? ദേ, ഞങ്ങൾക്ക് ഡ്രാമ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പീലി എന്താ വൈകിയത്? എനിക്കും പ്രാക്ടീസ് ആയിരുന്നു ഡാൻസിന്റെ. അല്ല, പീലി ഇനി ചെന്ന വഴിക്ക് ഹോംവർക്ക് ചെയ്യുമോ അതോ പേരൻസ് വന്നിട്ടാണോ ചെയ്യുക? അതെന്താ പപ്പീസേ അങ്ങനെ ചോദിച്ചത്? അല്ല, പേരൻസ് ഹോംവർക്ക് ചെയ്ത് തന്നാൽ ക്ലാസ്സിൽ ഷൈൻ ചെയ്യാൻ എളുപ്പമാണല്ലോ. പീലിയെ പപ്പീസിന് ഭയങ്കര അസൂയ. പീലി കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്യുന്നത് കൊണ്ട് മൈൻഡ് ചെയ്യണ്ടോ? എനിക്ക് അസൂയൊന്നുമില്ല കേട്ടോ. എന്നാലും ഇത്രക്ക് കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഗുട്ടൻസ് ഉണ്ട്. പപ്പീസ് പറഞ്ഞത് 100%. അപ്പൊ ഈ ഹോംവർക്ക് ഒന്നും പീലി സ്വന്തം ബുദ്ധി കൊണ്ട് ചെയ്യുന്നതല്ലേ? പിന്നെ എന്റെ പപ്പ എനിക്കൊരു പേന വാങ്ങി തന്നിട്ടുണ്ട്, ഒരു മാജിക് പെൻ. അതുകൊണ്ട് എന്ത് ഹോംവർക്കും നിഷ്പ്രയാസം ചെയ്യാനാവും. മാജിക് പെന്നോ? Yes, magic pen. Magic pen. ആ എന്താ പീലി സ്കൂൾ വിട്ട് ഇത്രയും ലേറ്റ് ആയത്? ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു സർ. എനിക്കാണെങ്കിൽ 2 ഐറ്റം ഉണ്ട്. എന്തൊക്കെയാ? ഫോക്കും കുച്ചിപ്പിടിയും. ഫോക്ക് കളിച്ച് പഠനം പോക്കാകാതിരുന്നാ മതി. ഇല്ല സർ, ഞാൻ എന്നും അന്നന്ന് എടുക്കുന്ന പാഠങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. വെരി ഗുഡ്. ഒരു ദിവസം എടുക്കുന്ന പാഠങ്ങൾ അതേ ദിവസം പഠിച്ചു തീർത്താൽ പരീക്ഷാ സമയത്ത് ഓർത്തോർത്ത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ശരിയാ സർ. എന്റെ അപ്പച്ചൻ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നതുകൊണ്ട് ഞാൻ പണ്ട് മുതലേ ഇങ്ങനെയാ അതാണ് പഠിക്കുന്നത്. കറക്റ്റ് മെത്തേഡ്. അങ്ങനെ പഠിക്കുന്നത് കൊണ്ടാണ് പീലിക്ക് എപ്പോഴും എല്ലാ പരീക്ഷകളിലും ഫുൾ A+ കിട്ടുന്നത്. പഠിക്കുന്നത് കൂടാതെ ഞാൻ നന്നായി പ്രാർത്ഥിക്കാറുണ്ട് സർ. അതും ഒരു കാരണാ. ശരിയാ. ദൈവകൃപയുണ്ടെങ്കിൽ എല്ലാ പരീക്ഷകളും പരീക്ഷണങ്ങളും വളരെ എളുപ്പമായി തീരും. സാറേ, ദേ എന്റെ ബസ് വരുന്നു. ഓ. ഞാൻ അങ്ങോട്ട് നീങ്ങി നിൽക്കട്ടെ. ആ. കൃത്യ സ്റ്റോപ്പിൽ നിർത്തില്ല. ബൈ സർ, നാളെ ഓക്കെ കാണാം. ബൈ. സ്മാർട്ട് സ്റ്റുഡന്റ്. മമ്മി, ഏയ് മമ്മി. ഓ, ഈ മമ്മി ഇത് എവിടെ പോയി കിടക്ക? മമ്മി, ആ മമ്മി വന്നോ? എവിടെയായിരുന്നു ഇതുവരെ? പപ്പിമോൻ വരണത് കണ്ടപ്പോ ഞാൻ പാലെടുക്കാൻ പോയതാ. ഓ, ഇന്നെങ്കിലും മോൻ സ്വന്തമായി ഹോംവർക്ക് ചെയ്യണോട്ടോ. ദേ സ്വന്തമായി ഹോംവർക്ക് ചെയ്യണമെങ്കിലേ അതിനൊരു പേന വേണം. ഒരു പേനയോ? എത്ര തരം പേനയോ മോനുള്ളത്? ഓ, അതും പപ്പ ഏതൊക്കെ കാട്ടിൽ നിന്നാ കൊണ്ടുവന്നത്? അതുകൊണ്ട് എന്താ കാര്യം? ഹോംവർക്ക് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി ഒരു പേനയുണ്ട്, അത് വാങ്ങണം. ഹോംവർക്ക് ചെയ്യാൻ പേനയോ? പപ്പീസിനെന്താ വട്ടായോ? ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഒരു പേനയെ കുറിച്ച് കേൾക്കുന്നത്. എന്നാലേ അങ്ങനെ ഒരു പേനയുണ്ട്, അതെനിക്കിപ്പം വാങ്ങിത്തരണം. ഞാൻ എവിടുന്ന് വാങ്ങിത്തരാനാ? എനിക്കിതൊന്നും അറിയില്ല. ഇതെന്ത് പേനയത്? മാജിക് പെൻ. മാജിക് പെന്നോ? മങ്കി പെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓ, അതൊരു സിനിമയാ. ഇത് സിനിമയല്ല, ഒറിജിനൽ പെൻ, മാജിക് പെൻ. എന്ത് കുന്തെങ്കിലും ആട്ടെ, മോനിപ്പോ കയ്യിലുള്ള പേന കൊണ്ട് ഹോംവർക്ക് ചെയ്യും. എനിക്ക് അടുക്കളയില് 100 കൂട്ടം പണിയുണ്ട്. ഓ അമ്മേ, എനിക്ക് മാജിക് പെൻ വേണം. ഓ, നിന്ന് കിണുങ്ങാണ്ട് മര്യാദയ്ക്ക് പഠിക്കാൻ നോക്കട ചക്ക. ഒരുപാട് കാശ് ചെലവാക്കി പപ്പ നിന്നെ പഠിപ്പിച്ചതാ. നീയാണെങ്കിൽ പരീക്ഷയ്ക്ക് 1.5 മാർക്ക് വാങ്ങി പോരാ. നാണമില്ലട നിനക്ക്. എന്റെ അമ്മേ, എന്നെ ഡിസ്കറേജ് ചെയ്യാതെ. എന്നാലേ മോനിരുന്ന് പഠിക്ക്. അവൻ വന്നിരിക്കുന്നു, മങ്കി പെന്നെന്ന് മാജിക് പെന്നെന്ന് പറഞ്ഞിട്ട്. ചോദിക്കേണ്ടിയിരുന്നില്ല. ഇനിയിപ്പോ എന്താ ഒരു വഴി? അത് കൊള്ളാം. ഗംഭീരെ, നാളെ മുതൽ ഞാൻ സ്വന്തമായി ഹോംവർക്ക് ചെയ്ത് കൊണ്ടുവരും. അതെങ്ങനെ? പുതിയ വലിയ ട്യൂഷനും ഏർപ്പാടാക്കിയ? ട്യൂഷനും ദൂഷ്യവും ഒന്നുമല്ല, പിന്നെ മാജിക് പെൻ. മാജിക് പെന്നോ? എവിടെ? ദാ
ഇത് നമ്മുടെ പീലിയുടെ മാജിക് പെൻ അല്ലേ? This is the magic pen. ഇതെങ്ങനെ നിനക്ക് കിട്ടി? പീലി നിനക്ക് തന്നോ? അതോ അത് അങ്ങനെ അമ്പടാ, പപ്പീസ് അപ്പൊ ഇനി പരീക്ഷയ്ക്ക് ഫുൾ A+ ആകുമല്ലേ? ഞാൻ ഫുൾ A+ ആകുമെന്ന് മാത്രമല്ല, പീലി ഫുൾ വട്ടപൂജ്യമാകും. അത് വെറുതെ. പീലി അപ്പോഴേക്കും പുതിയ മാജിക് പെൻ വാങ്ങും. എന്റെ കാര്യം ആ കഷ്ടം. ഗംഭീർ, പേടിക്കേണ്ട. ഇടയ്ക്ക് മാറി മാറി നമുക്ക് എഴുതാം. വാ, ഇന്ന് നമുക്ക് സമാധാനമായിട്ട് കളിക്കാൻ പോകാം. വരൂ. ഡബിൾ ഓക്കെ. അയ്യോ. എന്താ പപ്പീസ് ഇത്? മാജിക് പെൻ ആണ് അത്ര, മാജിക് പെൻ. അത് ശരി, എന്റെ പേര് പപ്പീസ് എടുത്തതല്ലേ? നോക്കിക്കോ, ഞാൻ വമ്പ സാറിനോട് പറഞ്ഞു കൊടുക്കും. ദേ, ഹോംവർക്ക് ചെയ്യുന്നത് മാജിക് പെൻ കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിന്ന് വാചകം പഠിക്ക. അപ്പോ ഈ പേന എന്ത് പേന? ഇത് വെറും പൊട്ട പേന. എന്നാലും പീലിയുടെ പേന പപ്പീസ് മോഷ്ടിച്ചത് ഒട്ടും ശരിയായില്ല. ആഹാ. അതിന് പപ്പീസ് അത് മോഷ്ടിച്ചതൊന്നുമല്ല. അത് മാജിക് പെൻ ആണെന്ന് പറഞ്ഞപ്പോ സത്യാണെന്ന് അറിയാൻ എഴുതി നോക്കാൻ എടുത്തതല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്ക്. മറ്റുള്ളവരുടെ സാധനങ്ങളെ അനുവാദം കൂടാതെ എടുക്കുന്നതിനെ കളവെന്നാ പറയാ. കളവ് നടത്തുന്നത് എന്ത്? എന്നെ കള്ളനെന്ന് വിളിച്ചോ? അത്രയ്ക്കോ? ആഹാ. ഞാൻ വമ്പ സാറിനെ പോയി വിളിക്കും. ആഹാ. ഇനി നീ എന്നെ കള്ളനെന്ന് വിളിക്കോ? എന്താ ഇവിടെ പപ്പീസേ, എന്താ ഈ കാണിക്കുന്നത്? സാറേ, പപ്പീസ് എന്റെ പേന മോഷ്ടിച്ചു. അത് കളവാണെന്ന് പറഞ്ഞ് എന്നെ ചവിട്ടി, മുഖത്തിടിച്ചു, കഴുത്ത് ഞെരിച്ചു. ഓഹോ, പപ്പീസേ, എന്താ ഈ കാണിച്ചത്? സാറേ, ഈ പീലി എന്നെ മാജിക് പേനയുണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചു. അത് മാജിക് പേനയല്ലെന്ന് പറഞ്ഞപ്പോ എന്നെ കള്ളാന്ന് വിളിച്ചു. മാജിക് പെന്നോ? അതെന്താ? സാറേ, പീലി എന്നും കൃത്യമായി ഹോംവർക്ക് ചെയ്യും. അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ അവൾക്ക് മാജിക് പെൻ ഉണ്ട്, അതുകൊണ്ട് എഴുതുമ്പോൾ എല്ലാം കറക്റ്റ് ആകുമെന്ന് പറഞ്ഞു. അതന്നെ സാറേ, അത് ശരിയാണോ എന്നറിയാൻ ആ പേന ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. പീലി പറഞ്ഞത് നുണയാ സാറേ. പപ്പീസേ, മറ്റുള്ളവരുടെ സാധനം അവരറിയാതെ എടുക്കുന്നത് കടുത്ത തെറ്റാ. അതിന്റെ പേരിൽ പപ്പീസ് പീലിയെ മർദ്ദിച്ചതും അതിനേക്കാൾ ഗുരുതരമായ തെറ്റാ. നാളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. അയ്യോ സാറേ, ഞാനിനി ചെയ്യില്ല സാറേ. വീട്ടിൽ പറയണ്ട സാറേ. പീലി, പ്ലീസ് പീലി. സോറി പീലി, ഒന്ന് പറ പീലി. ഞാൻ എത്ര ചോക്ലേറ്റ് വാങ്ങി തന്നിട്ടുള്ളതാ. പീലി, നീ പറഞ്ഞു പറ്റിച്ചുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്? പീലിയുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ട്. അയ്യോ സാറേ, ഞാൻ എന്താ ചെയ്തത്? മറ്റുള്ളവർക്ക് ഹോംവർക്ക് പകർത്താൻ കാണിച്ചു കൊടുത്തു എന്നുള്ളത് സത്യം. അതുതന്നെയാണ് ആദ്യത്തെ തെറ്റ്. സ്വന്തം കഴിവുകൊണ്ടാകണം നിങ്ങൾ പഠിക്കേണ്ടതും എഴുതേണ്ടതും. പീലി കോപ്പിയടിക്കാൻ അവസരമുണ്ടാക്കുമ്പോൾ കോപ്പിയടിക്കുന്നവരുടെ ചിന്തകളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. സോറി സാർ, ഞാൻ ഇവർക്ക് അടി കിട്ടാതിരിക്കാൻ വേണ്ടിയാ. ഇനി ചെയ്യില്ല സാർ. മറ്റൊന്ന്, മാജിക് പെൻ എന്ന നുണക്കഥ. എന്തിനാ ഇങ്ങനെ നുണക്കഥ പറഞ്ഞത്? അയ്യോ, നുണക്കഥയല്ല സാർ. എന്റെ അമ്മൂമ്മ പഠിപ്പിച്ചു തന്നതാ പേന മാജിക് പെൻ ആക്കുന്ന വിദ്യ. വിദ്യ? അമ്മൂമ്മ പറഞ്ഞു തന്നത്? അതെങ്ങനെയാ ആ വിദ്യ? എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. ഓ, നടക്കൂ.
വെച്ച് ദൈവകൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കും. പഠിക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ അതെനിക്ക് കൃത്യമായിട്ട് എഴുതാനും. അപ്പോ എത്ര വില കുറഞ്ഞ പേനയായാലും അത് ദൈവത്തിന്റെ പേനയാകും. എന്റെ അമ്മൂമ്മ പഠിപ്പിച്ചു തന്നതാ ഈ വിദ്യ. കണ്ടോ മക്കളെ, സ്വന്തം കഴിവിലും ബുദ്ധിയിലും ആശ്രയിച്ച് പഠിക്കുമ്പോൾ വേണ്ടത്ര മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ നിരാശരാകുന്നു. എന്നാൽ നമ്മൾ ദൈവകൃപയിൽ ആശ്രയിക്കുമ്പോൾ എല്ലാ പരീക്ഷകളിലും പഠനവേളകളിലും ആവശ്യമായ ബുദ്ധിയും ചിന്തകളും ഉണ്ടാകും. നമുക്ക് കിട്ടുന്നത് ഉയർന്ന വിജയമാണെങ്കിലും കുറഞ്ഞ മാർക്കായാലും ഒരുപോലെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. പപ്പീസിനും ഗംഭീറിനും മനസ്സിലായോ? ഉവ്വ് സാർ, ഇനി എന്നും ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടേ പഠിക്കാൻ തുടങ്ങൂ. എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പീലി ഒരു പ്രാർത്ഥനാ ഗാനം ആലപിക്കൂ. സാറും കൂടി എന്റെ കൂടെ പാടുവോ? ശരി ശരി, ഞാനൊപ്പം പാടാം. നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ നീ, ചുറ്റിലുമിരുൾ പറന്നിടുന്ന വേളയിൽ. അന്ധകാരപൂർണമായ രാത്രിയാണ് പോൽ, എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക നാഗദീപമേ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക, നീ നയിക്കുക നാഗദീപമേ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക. ഇനി ഒരു അല്പം പഠനം, അതും പണിഷ്മെന്റ് ഇല്ലാത്ത പഠനം. രസച്ചരട് കഴിച്ച് നമുക്ക് ആ ചെപ്പ് തുറക്കാം. നമുക്ക് കാണാം മാണിക്യ ചെപ്പ്. മാണിക്കച്ചപ്പിലേക്ക് വീണ്ടും സ്വാഗതം. പുതിയൊരു ചിന്താവിഷയവും പുതിയൊരു ആക്ടിവിറ്റിയുമായി മാണിക്കച്ചപ്പ് ഇതാ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വന്നിരിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്താണ് എൻ്റെ സാധ്യത. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു ആക്ടിവിറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ആക്ടിവിറ്റിക്ക് നമുക്ക് ഒരു കടലാസിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ എൻ്റെ ഒരു കടലാസ് ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇതാ, അപ്പം A4 വലുപ്പത്തിലുള്ളൊരു കടലാസാണ് നമുക്ക് ആവശ്യമുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ A4 വലുപ്പത്തിലുള്ള പേപ്പർ ഉണ്ടോ എന്ന് അറിയാനായിട്ട് പാടൊന്നുമില്ല. സാധാരണ നമ്മൾ ഫോട്ടോസ്റ്റാറ്റിനും പരീക്ഷയ്ക്കൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്നത് A4 വലുപ്പത്തിലുള്ള പേപ്പറാണ്. അപ്പോൾ അത്തരത്തിലൊരു പേപ്പർ സംഘടിപ്പിച്ചാൽ മതി. ഇനി ഇതിനെ നമുക്ക് വേണ്ടത്, ഇതിപ്പം ദീർഘചതുരാകൃതിയിലാണ്, അതായത് റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഈ കടലാസ്. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യമേ സ്ക്വയർ ആക്കി മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി ഇതിൻ്റെ മുകളിലത്തെ വക്കിനെ ഈ നീളം കൂടിയ വക്കിനോട് ചേർത്ത് മടക്കും നമ്മൾ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മടക്കി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ താഴെയുള്ള ഭാഗമുണ്ടല്ലോ, ഈ താഴെയുള്ള ഈ റെക്റ്റാങ്കുലർ ഭാഗം, ആ ഭാഗം നമ്മൾ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ക്വയർ റെഡിയാകും. അപ്പോൾ ഞാനിവിടെ വെച്ച് കഴിഞ്ഞിട്ടത് മടക്കി കഴിഞ്ഞിട്ട് മുറിക്കാൻ പോവുകയാണ്. അതാ ഇപ്പം മടക്കി കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ, മടക്കി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനി ഈ ഒരു ഭാഗമാണ് നമ്മൾ മുറിച്ച് കളയുന്നത്. പിന്നെ ചില കടകളിലൊക്കെ ഇങ്ങനെ സമചതുരാകൃതിയിൽ കട്ട് ചെയ്ത പേപ്പറുകൾ റെഡിമെയ്ഡായിട്ട് കിട്ടാറുണ്ട്. പക്ഷേ അവയ്ക്ക് വില കൂടുതലായിരിക്കും. നിങ്ങൾക്ക് പക്ഷേ അത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നേരെ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. ഞാനതിനെ മുറിച്ച് മാറ്റുവാണ്. അപ്പം എന്താ, നമുക്ക് സമചതുരാകൃതിയിലുള്ള കടലാസ് കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഈ കടലാസിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു രേഖ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ മേടിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എന്താണ് സമചതുരാകൃതിയിലുള്ള കടലാസ് ആണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഒരു രേഖ ഉണ്ടാവില്ല. അപ്പോൾ ആദ്യമേ നമുക്ക് ആ ഒരു രേഖ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോർണറിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണറുമായിട്ട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ മടക്കണം. അപ്പോൾ നമുക്ക് നേരെ നടുക്കൂടെ ഒരു മടക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും കോർണേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെ തമ്മിൽ ഇങ്ങനെ ചേർത്തൊന്ന് മടക്കിയിട്ട് ആ മടക്കിയ ഭാഗം അമർത്തണം. അതെങ്ങനെ, എന്നിട്ട് ഇപ്പം മടക്കിയത് നമുക്കിവിടെ ഒരു മടക്ക് പാട് കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അത് പതുക്കെ ഇങ്ങനെ നിവർത്തുക. ഇതാ ഇവിടെ നടുക്കൂടെ നമുക്കൊരു പാട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുകളിലുള്ള വാക്കിൻ്റെ പകുതി ഭാഗം എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയ ഈ മധ്യരേഖയിലേക്ക് മടക്കുക. ചെയ്തതിന് ശേഷം ഇങ്ങനെ നേരെ പേപ്പർ തിരിക്കുക. ഇനി ചെയ്യേണ്ടത് ഇപ്പോഴും മുകളിലുള്ള വാക്കിൻ്റെ ഈ ഭാഗമാണ്, പകുതി ഭാഗം ഉള്ളു ഇനിയിപ്പോൾ മുകളിൽ. അപ്പോൾ ആ ഭാഗത്തെ നമ്മൾ ഈ നടുക്കുള്ള ലൈനിലേക്ക് മടക്കുക. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മറ്റു ഭാഗം നമ്മൾ ഇപ്പുറത്തെ വശത്തോട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് മടക്കുക. കണ്ടല്ലോ. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ നമ്മളിങ്ങനെ തിരിച്ചു വയ്ക്കാൻ പോവാണ്.
തിരിച്ച് വെക്കുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ തുറന്നിരിക്കുന്ന ഭാഗം നമുക്ക് കിട്ടും. അപ്പോൾ തുറന്നിരിക്കുന്ന ഭാഗത്തിനകത്തോട്ട് നമ്മളിങ്ങനെ കൈയിടണം. ഇങ്ങനെ കൈയിട്ടതിന് ശേഷം ഇപ്പം മുകളിലുള്ള ഈ 2 എഡ്ജുകളുണ്ടല്ലോ, ആ എഡ്ജുകളെ നമ്മളിങ്ങനെ അമർത്തുകയും ഈ കൈയിട്ട ഭാഗത്ത് നമ്മളിങ്ങനെ വിടർത്തുകയും ചെയ്യണം. ശ്രദ്ധിച്ച് നോക്കുക. ഇതിനെ ഞാനിങ്ങനെ പതുക്കെ വിടർത്തുന്നു. അതോടൊപ്പം ഈ മുകളിൽ നിന്ന് ഞാനിതിനെ ഇങ്ങനെ അമർത്തി കൊടുക്കുന്നു. ഇതാ. അപ്പോൾ എന്താണ്, ഇതിൻ്റെ ആകൃതി മാറിക്കഴിഞ്ഞിട്ട് ഒരു ത്രികോണാകൃതിയിട്ടായിട്ട് മാറും. കണ്ടല്ലോ? അപ്പോൾ നമുക്ക് ഈ ഒരു ആകൃതി വെച്ചിട്ട് വേണം ഇനി ബാക്കി സാധനങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇതിനെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു 1, 2, 3, 4 ഫ്ലാപ്പുകളുണ്ട്. അപ്പോൾ അതിൽ ഒരു ഫ്ലാപ്പിനെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് മടക്കുക. ഇങ്ങനെ മറ്റേ ഫ്ലാപ്പിനെ നമ്മൾ അതുപോലെ തന്നെ മുകളിലേക്ക് മടക്കുക. അപ്പോൾ നമ്മളിങ്ങനെ 2 ഫ്ലാപ്പുകൾ ഇങ്ങനെ മുകളിലേക്ക് മടക്കിയിട്ടുണ്ട് അല്ലേ? ഇനി നമ്മളിതിനെ നേരെ തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ മുകളിലുള്ള അറ്റം ഉണ്ടല്ലോ. അപ്പോൾ അതായത് ഞാനിപ്പോൾ ഈ മുകളിൽ ഇപ്പോൾ ഇപ്പുറത്തെ സൈഡ് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കണ്ടോ. ഈ മുകളിലുള്ള അറ്റത്തിൽ നമ്മൾ നേരെ താഴേക്ക് ഇങ്ങനെ മടക്കും. താഴേക്ക് മടക്കുമ്പം ഈ താഴത്തെ എഡ്ജ് ഉണ്ടല്ലോ, ആ എഡ്ജ് കഴിഞ്ഞ് ഒരു സ്വല്പം കൂടെ മുമ്പോട്ട് നിൽക്കുന്ന പോലെ വേണം മടക്കാൻ. അപ്പോൾ എന്നാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു എഡ്ജിനെ ഇങ്ങനെ മടക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇവിടുത്തെ കണ്ടോ കുറച്ച് ഏരിയയും കൂടെ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ മടങ്ങി വരും. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ എഡ്ജിനെ നമ്മൾ ഇങ്ങനെ ഈ എഡ്ജ് കഴിഞ്ഞ് നിൽക്കുന്ന പോലെ ഇങ്ങനെ മടക്കും. കണ്ടോ? അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മുകളിലുള്ള പേപ്പറിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ മടങ്ങുന്ന പോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു മുകളിലുള്ള പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു പേപ്പറിനെ നമ്മൾ പതുക്കെ അടിയിലുള്ള പേപ്പറിനെ ഒന്ന് അമർത്തി കഴിഞ്ഞിട്ട് മുകളിലുള്ള പേപ്പറിനെ നമ്മൾ അങ്ങനെ വിടാതെ സൈഡിലോട്ടായിട്ട് ഇങ്ങനെ വരുത്തുക. അതാ നോക്കിക്കോ. ഇതിനെങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ മടങ്ങാതെ ഇതിനെ ഇങ്ങനെ സൈഡിലോട്ടാക്കി മടക്കുക. ഇതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾ ചെയ്യുക. ഇതിങ്ങനെ അല്പം ഇങ്ങനെ തുറന്നു കൊടുത്താൽ മതി. ഞാനിവിടെ മേശപ്പുറത്ത് വെച്ചും മടക്കി കഴിഞ്ഞില്ല. ഈ ഒരു ആകൃതിയിൽ ഇപ്പോൾ കിട്ടും. കണ്ടോ? ഇനി ചെയ്യേണ്ടത് ഇതിനെ നേരെ പകുതിയായിട്ട് പുറകോട്ട് മടക്കുക ഇങ്ങനെ. എന്നിട്ട് അവനെ നിവർത്തുക. അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ മുമ്പിലുള്ള ഭാഗമല്ല, ഈ ചെറിയ ത്രികോണം എന്താ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇച്ചിരി പുറകോട്ട് ഇരിക്കുന്ന ഭാഗം. ഈ ഒരു ഭാഗത്തെ നമ്മൾ സ്വല്പം ഒരു ചെറിയൊരു ഭാഗം അകത്തോട്ട് മടക്കി കഴിഞ്ഞിട്ട് പുറത്തോട്ട് മടക്കും. അതായത് ഇങ്ങനെ ഒന്ന് മടക്കി കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ചെറിയൊരു ഭാഗം മാത്രം പുറത്തോട്ട് നിൽക്കുന്ന പോലെ ആക്കും. ഇത് തന്നെ ഇവിടെ ചെറിയൊരു ഭാഗം നമ്മൾ അകത്തോട്ട്. ഇപ്പോൾ 2 മടക്കാണ് ഇതുള്ളത്. ഒന്ന് ആദ്യമേ ഇങ്ങനെ അകത്തോട്ട് നമ്മൾ മടക്കുന്നു. അതിനുശേഷം ആ ത്രികോണത്തെ നമ്മൾ പുറത്തോട്ട് മടക്കുന്നു. പുറത്തോട്ട് മടക്കുമ്പോൾ ഒരു സ്വല്പം ഭാഗം പുറത്തോട്ടേക്ക് നിൽക്കുന്ന പോലെ ഇങ്ങനെ മടക്കും. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇത്ര നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിനെ ഇങ്ങനെ മടക്കുന്നു. ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ നമ്മൾ പിടിച്ച് കഴിഞ്ഞിട്ട് ഈ ഭാഗമുണ്ടല്ലോ ഒരെണ്ണം മാത്രം എടുത്തു കഴിഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് മടക്കുക. മറ്റതെടുത്ത് കഴിഞ്ഞിട്ട് മറ്റേ സൈഡിലേക്ക് മടക്കുക. അപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ കിട്ടിയിരിക്കും. കണ്ടോ? അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് കിടന്നാലോ? എന്തായിരുന്നു നമ്മുടെ ചിന്താവിഷയം? എന്താണ് എൻ്റെ സാധ്യത, അല്ലേ? അപ്പോൾ നമുക്കൊരു ബട്ടർഫ്ലൈയെ പറ്റി ഒന്ന് ചിന്തിക്കാം. ബട്ടർഫ്ലൈ എങ്ങനെയാണ്? ആദ്യമേ മുട്ടയായിരിക്കും, മുട്ട വിരിഞ്ഞ് പുഴുവായി, പിന്നെ അത് കഴിഞ്ഞിട്ടത് ഒരു പ്യൂപ്പ പോലെ ഇതൊക്കെ വന്ന് അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പുറത്ത് വന്നിട്ടാണ് ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്, അല്ലേ? അപ്പം ഇതിൻ്റെ ഓരോ സ്റ്റേജിലും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മുട്ടയായിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പം ബട്ടർഫ്ലൈ മുട്ടയ്ക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ ബട്ടർഫ്ലൈയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? അയ്യോ ഞാനൊരു വെറും മുട്ടയാണേ പറയും. അങ്ങനെയല്ലേ പറയത്തുള്ളൂ. അപ്പം പുഴുവായിരിക്കുന്ന അവസ്ഥയിൽ ചോദിച്ചു കഴിഞ്ഞാലോ, അയ്യോ എനിക്ക് പറക്കാൻ ചിറക് കൂട്ടും, ഒരിക്കലുമില്ല, ഞാനിങ്ങനെ ഇലകളൊക്കെ തിന്ന് ജീവിക്കുന്ന ഒരു ജീവിയാണ്, ആ രീതിയിലല്ലേ പറയത്തുള്ളൂ. എന്നാൽ എന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു പ്യൂപ്പാവസ്ഥയിലേക്ക് പോവുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് ആ അവസ്ഥയിൽ നിന്ന് മാറി കഴിയുമ്പോഴത്തേക്കും ബട്ടർഫ്ലൈക്ക് ചിറകുകളൊക്കെ വന്ന് മനോഹരമായിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ആയിട്ട് മാറുകയും ചെയ്യും.
അപ്പം നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പം നമ്മളിപ്പോൾ ഏത് ഘട്ടത്തിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ചിലർ മുട്ടയുടെ ഘട്ടത്തിലായിരിക്കാം, നമ്മൾ ചിലർ പുഴുവിൻ്റെ ഘട്ടത്തിലായിരിക്കാം, ചിലർ ഒരു പ്യൂപ്പാവസ്ഥയിലായിരിക്കാം അല്ലേ. അപ്പോൾ നമ്മളെല്ലാം ചിന്തിക്കുന്നത് എന്താണ്, നമ്മുടെ അവസ്ഥയാണ് ഏറ്റവും അന്തിമ അവസ്ഥ, ഇനി ഇതിനകത്ത് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമുക്കെല്ലാം നിരന്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പം നമ്മളിലെല്ലാം ഇങ്ങനെ നിരന്തരം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണോ സംഭവിക്കുന്നത് അത് ഫൈനലല്ല, അല്ലെങ്കിൽ അത് മാറ്റമില്ലാത്തതല്ല എന്നാണ്. എന്ത് കാര്യവും മാറും. അപ്പം ഇങ്ങനെ ഈ മാറ്റം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് മാറ്റം എന്നുള്ളത് നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എത്തുന്ന അവസ്ഥയാണ് ബട്ടർഫ്ലൈയുടെ അവസ്ഥ. അപ്പോൾ നമ്മളിങ്ങനെ പറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെല്ലാവരും എത്താനായിട്ട് ഇന്നത്തെ ആക്ടിവിറ്റി കാരണമാവട്ടെ. നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പഠിക്കാൻ പ്രയാസം നേരിടുമ്പോൾ, മാതാപിതാക്കളോട് നമുക്ക് ദേഷ്യം തോന്നുമ്പോൾ, അല്ലെങ്കിൽ അവർ നമ്മളോട് മോശമായി പെരുമാറിയെന്ന് നമുക്ക് തോന്നുമ്പോൾ, ഇപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒന്നാണ്, ഈ അവസ്ഥയും ശാശ്വതമല്ല അല്ലേ. ഇത് നാളെ അങ്ങ് കടന്നു പോകും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ നമുക്ക് അമിതമായിട്ടുള്ള സന്തോഷം ഉണ്ടാകും, പരീക്ഷയ്ക്ക് കുറേ മാർക്ക് മേടിച്ചു, പക്ഷെ അപ്പോഴും ഓർക്കേണ്ടത് ഇതും ശാശ്വതമല്ല. അപ്പോൾ നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷങ്ങളും ഒത്തിരി ദുഃഖങ്ങളും നമ്മളെ സ്വാധീനിക്കാതാകും. നമ്മളുടെ ജീവിതം കുറച്ചുകൂടെ ബാലൻസ്ഡ് ആകും. അപ്പം നമ്മളൊരു ബട്ടർഫ്ലൈ പോലെ ആകുലതകൾ അധികമില്ലാതെ നമ്മളും ജീവിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവ പൈതലായിട്ട് മാറുന്നത്. അല്ലാതെ ആകുലതകളുള്ള ഒരു പൈതൽ ഒരിക്കലും ദൈവ പൈതലാവുകയില്ല. അതെങ്ങനെ ആകുന്നത് അല്ലേ. അപ്പം നമുക്ക് എന്താണ് ഇന്നത്തെ ആക്ടിവിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും മാറ്റമുണ്ട്, ഒന്നും ശാശ്വതമല്ല. അപ്പം ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ശാശ്വതമായിട്ടുള്ള സുഖം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആനന്ദം ലഭിക്കുന്നത്. അപ്പം ഇന്നത്തെ ആക്ടിവിറ്റി ആ ശാശ്വതമായ സുഖം ലഭിക്കാനായിട്ട്, ആ ദൈവരാജ്യം ലഭിക്കാനായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും പ്രേരണയാകട്ടെ. മറ്റൊരു ആക്ടിവിറ്റിയും പുതിയൊരു ചിന്താവിഷയവുമായി വേറൊരു ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ചിരിയും ചിന്തയും എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ കത്തുകൾ അയക്കേണ്ട വിലാസം ദാ പിടിച്ചോ. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. കൂട്ടുകാരെ, അടുത്തയാഴ്ച പുതിയ ഒരു പിടി രസക്കൂട്ടുകളുമായി വരുന്നതുവരെ ബൈ.